നമുക്കൊപ്പം ഇപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ മൊയ്തു താഴത്ത് ചേരുകയാണ്. ശ്രീ മൊയ്തു താഴത്ത്, എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി വാചാലരാകുന്നവർ TP51 എന്ന താങ്കളുടെ സിനിമ ഇറങ്ങിയപ്പോൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ്. ഇനിയും പ്രദർശിപ്പിക്കാൻ തയ്യാറാണോ? താങ്കൾക്ക് ആ സിനിമയ്ക്ക് നേരിട്ട സാമ്പത്തിക നഷ്ടം നികത്താൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം വീണ്ടും ഒരു റീ റിലീസിന് കൊണ്ടുവരാൻ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സി രഘുനാഥ് ഉന്നയിക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ ചോദ്യത്തെ? ഇത് സിനിമയുടെ തുടക്കം മുതലേ മുഞ്ചിയത്ത് പരിസര പ്രദേശങ്ങളിൽ 45 ദിവസമായിരുന്നു ഞാൻ ഈ സിനിമ ഷെഡ്യൂൾ ചെയ്തത്. ഭീമൻ രഘു, റിയാസ് ഖാൻ അടക്കമുള്ള മുൻനിര, ദേവി അജിത്ത് അടക്കം മുൻനിര താരങ്ങളുണ്ടായിരുന്നു. തുടക്കം മുതൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര തരത്തിലുള്ള എതിർപ്പുകളും ഭീഷണികളും നേരിട്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു. ഒടുവിൽ തൊടുപുഴയിലേക്ക് പോകേണ്ടി വന്നു. അവിടെയും പിന്നെ ലിബർട്ടി ബഷീറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തിയേറ്ററുകളിലേക്കും ഞങ്ങൾ പോസ്റ്റർ അയച്ചു. ആ പോസ്റ്റർ അയച്ച് വെള്ളിയാഴ്ച റിലീസാവുന്ന സിനിമക്ക് ലിബർട്ടി ബഷീറിനെ നേരെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഡയറക്ടർ വിളിച്ച് പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആ സിനിമ ബ്ലോക്ക് ചെയ്യപ്പെട്ടത്. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇത് രണ്ടും സിനിമ തന്നെയായിരുന്നല്ലോ. TP ചന്ദ്രശേഖരനെ പച്ചക്കെട്ട് 51 വെട്ടി വള്ളിക്കാട് ടൗണിൽ വെച്ച് നല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനെ കൊല ചെയ്തതിന്റെ വേദനയിൽ നിന്നാണ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഞാൻ ഒഞ്ചിയത്തിനടുത്ത് വള്ളിക്കാടിനടുത്ത് കൈനാട്ടി താമസിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഈ സിനിമ രൂപപ്പെടുന്നത്. ആ സിനിമ രൂപപ്പെട്ട് സിനിമ ചിത്രീകരിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കടം മേടിച്ചു, പല ബന്ധുക്കളിൽ നിന്നും കടം മേടിച്ചു. അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയപ്പോ ഇവര് കംപ്ലീറ്റ് തിയേറ്റർ ബ്ലോക്ക് ആക്കി. എന്നിട്ട് ഇപ്പൊ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാന് മാത്രമല്ല, എല്ലാ സിനിമക്കും വേണം, ഈടക്ക് വേണം, ലെഫ്റ്റ് റൈറ്റിന് വേണം, CP51 വേണം. 14 സർക്കാർ തിയേറ്ററുകളാണ് ഉമ്മൻചാണ്ടി അന്ന് തന്നിരുന്നത്. ആ സർക്കാർ തിയേറ്ററുകൾ റിപ്പോർട്ടർമാർക്ക്, ആ റോഷിപാൽ അടക്കമുള്ള ആളുകൾക്ക് അറിയാം. കോഴിക്കോട് എത്ര ദിവസം ഓടിയ സിനിമ, കിട്ടിയ തിയേറ്ററൊക്കെ 3 ആഴ്ച 4 ആഴ്ച ഓടിയിരുന്നു. ശ്രീ മൊയ്തു താഴത്ത് 2015 ഈ സിനിമയുടെ റിലീസ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015. ഇപ്പോൾ 10 വർഷമായി. 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ വടകരയിൽ കേരള കൊയർ മൂവി ഹൌസ് മാനേജ്മെന്റ് അന്ന് പിന്മാറിയത് ടിക്കറ്റ് മുറിക്കില്ല എന്ന് തിയേറ്ററിലെ തൊഴിലാളികൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് കേവലം തൊഴിലാളികളാണ്. തൊഴിലാളികൾ എന്നുള്ളത് തിരുത്തണം, CITU തൊഴിലാളികൾ. അപ്പോൾ ആ രീതിയിൽ വരെ ഒരു സിനിമ എന്ന കലാരൂപത്തെ കലാരൂപമായി കാണണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ആളുകൾ അന്ന് ചെയ്തത് എന്താണ് എന്നതുകൂടി കേരളം ചർച്ച ചെയ്യേണ്ടേ എമ്പുരാനോടൊപ്പം? സുജയ, താണക്ക് ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന്, ഫ്ളാറ്റിൽ നിന്ന് എന്നെയും പിഞ്ചു കുട്ടികളെയും അർദ്ധരാത്രി 1 മണിക്ക് ഇറക്കി വിട്ട ഫാസിസ്റ്റുകളാണ് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. പനി പിടിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ ആ ഫ്ളാറ്റിൽ നിന്ന് 1 മണിക്ക് 1:30 മണിക്ക് അർദ്ധരാത്രിയിൽ താണക്ക് കണ്ണൂരിൽ നിന്ന്